യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നതും ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം, സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. ഓക്കെ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. അപ്പൊ ഏതൊരു സിറ്റുവേഷൻ ആണ് എന്നുള്ളത് നമുക്ക് ഈ കാർഡ്സിലൂടെ നോക്കാം. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, അതിന് പോണേന് തൊട്ട് മുൻപായിട്ട് പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ തികച്ചും വളരെ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ഈ പേഴ്സണെ വേണ്ട എന്ന് വെക്കാൻ സാധിക്കില്ല. ഈ പേഴ്സൺ അങ്ങനെ തന്നെയാണ്. പല രീതിയിലുള്ള ടെക്നിക്കുകളും പല രീതിയിലുള്ള വഴികളും ഈ പേഴ്സൺ നോക്കിയിട്ടുണ്ട്. അതായത് നിങ്ങളെ വേണ്ട എന്ന് വെക്കാനായിട്ടും, അല്ലെങ്കിൽ നിങ്ങളെക്കാളും നല്ല വ്യക്തിനെ വേറെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളെക്കാളും വേറെ ബെറ്റർ ഓപ്ഷൻ എനിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ പലപ്പോഴും ഈ പേഴ്സൺ നിങ്ങളെ വേണ്ടാന്ന് വെക്കുന്നതായിട്ട്, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം എന്ന് തീരുമാനിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തൊക്കെയാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് മൂവിങ് ഓൺ ചെയ്യാനേ പറ്റുന്നുള്ളൂ. അതായത് തൽക്കാലത്തേക്ക് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ചെറിയൊരു സെപ്പറേഷൻ പീരീഡ്, ചെറിയൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, ഇത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും വലിയ രീതിയിലുള്ള ഒരു സെപ്പറേഷനിലേക്ക് പോകാനോ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പിരിയാനോ, അതായത് വേർപിരിയാനോ സാധിക്കുന്നില്ല എന്നുള്ള വളരെയധികം സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരു സത്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, യൂണിവേഴ്സ് നിങ്ങളെ ഈ വ്യക്തിയിൽ നിന്നും അകറ്റാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, കാരണം പലപ്പോഴും നിങ്ങൾക്കായിക്കോട്ടെ ഈ പേഴ്സൺ ആയിക്കോട്ടെ മനസ്സിലാവുന്നില്ലായിരിക്കാം എന്താണ് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു നിശ്ചയവും അല്ലെങ്കിൽ ഒരു ഐഡിയയും ഇല്ലാതെ, നമ്മൾ പറയില്ലേ ലക്ഷ്യമില്ലാതെ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ എന്ന് പറയുന്ന പോലെ എങ്ങോട്ടോ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. ഇത് നിർത്തിപ്പോകുന്നുണ്ടോ? അതുമില്ല. എന്നാൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? അതുമില്ല. സോ നമുക്കിവിടെ ഒരു 10% ഓഫ് ആൾക്കാരെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതും ട്വിൻ ഫ്ലെയിം ജേണി കുറച്ച് പേരുടെ അത് കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ജേണി തന്നെയാണ്. അതുകൊണ്ട് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയണം ഇതിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ കുറച്ച് ആൾക്കാരുടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പാസ്റ്റ് ലൈഫ് കാർമിക് സംബന്ധമായിട്ടുള്ള സിറ്റുവേഷൻ. അതാണ് നമുക്ക് അധികമായിട്ടും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതില് ചില ആൾക്കാര് മേ ബി തെറ്റിദ്ധരിക്കുന്നുണ്ടാകാം ഞങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണ് എന്നുള്ളത്. ചിലപ്പോൾ അത് ട്വിൻ ഫ്ലെയിം ജേണി ആയിരിക്കില്ല, പാസ്റ്റ് ലൈഫ് കർമ്മ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന കണക്ഷൻ ആയിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി നോക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ട്വിൻ ഫ്ലെയിം അല്ല എന്ന് പറയാൻ സാധിക്കില്ല. കുറച്ച് പെർസെൻറ്റേജ് ട്വിൻ ഫ്ലെയിമും ആൻഡ് റെസ്റ്റ് ഓഫ് ദി അതേഴ്സ് എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പാസ്റ്റ് ലൈഫ് പ്ലസ് കർമ്മ എനർജിയാണ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കർമ്മം കിടക്കുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ സന്തോഷത്തോടു കൂടി
മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ രണ്ടുപേരും സെപ്പറേഷൻ പീരീഡിലേക്ക് പോകുന്നത്. അതുപോലെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞ വ്യക്തികളാണ് എങ്കിൽ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് സെപ്പറേറ്റഡ് ആയി, അല്ലെങ്കിൽ പെട്ടെന്ന് ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന അവസ്ഥ. ഇപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ചക്രാസ് ആക്ടിവേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്കായിക്കോട്ടെ ഈ പേഴ്സൺ ആയിക്കോട്ടെ വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ള ഇംബാലൻസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കരച്ചില്, അതായത് കരച്ചില് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂഷൻ, ചിലപ്പോൾ 1, 2, 3 ദിവസം വരെ കണ്ടിന്യൂഷൻ ആയിട്ട് ആ ഒരു കരച്ചില് പോകുന്ന ഒരവസ്ഥ, അതായത് ആ കരയുന്ന അവസ്ഥ. അതല്ല ഡിപ്രഷൻ സ്റ്റേജ് ആണെങ്കിലും അതിൽ നിന്നും ഓവർകം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാണിക്കുന്നുണ്ട്. ദിസ് ഇസ് ബിക്കോസ് നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പരാജയത്തിലേക്ക് പോകുന്നത്. ആക്ച്വലി ഈ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ക്ലിയറിംഗ് കണക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു സൈഡ് വെച്ച് നോക്കുമ്പോൾ നമുക്കതിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മറുവശം നോക്കുമ്പോൾ, അതായത് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഒന്നോർത്താൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ വന്നു പോകുന്നത് നല്ലതാണ്. കാരണം ആ മുജ്ജന്മത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന എന്തെങ്കിലും കാർമിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലോ ശരീരത്തിലോ ഒക്കെ ചിന്തകളിലോ ഒക്കെ അത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഹീല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കൂടുതലും ബുദ്ധിമുട്ടുകളാണ് തരുന്നതെങ്കിൽ പോലും അത് യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം, എന്താണ് കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മതിരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല, ഇത് കളയാനും പറ്റുന്നില്ല, മൂവ് ഓൺ ചെയ്യാനും പറ്റുന്നില്ല, എന്നാൽ കംപ്ലീറ്റ്ലി ഇതൊരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഇത് തികച്ചും ഒരു കാർമിക് പരമായിട്ടുള്ള പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിരിക്കുന്ന ചില ഇൻകംപ്ലീറ്റ് കർമ്മ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന കണക്ഷൻ ആണ്. ഓക്കെ, പാസ്റ്റ് ലൈഫാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് നീങ്ങണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്കായി കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൻ്റെയും അങ്ങനെ തന്നെ ആയിരിക്കാം. അതുകൊണ്ടാണ് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ വിരഹ ദുഃഖം, ഒറ്റപ്പെടൽ, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെയധികം നെഗറ്റിവിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷനും പ്രാർത്ഥനകളും കാര്യങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് കാർഡ്സ് വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ തോന്നിക്കുന്നില്ല, വളരെ ഫെഡപ്പ് സിറ്റുവേഷൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ തന്നെ ഹീല് ചെയ്ത് തുടങ്ങേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന പലതരത്തിലുള്ള യൂണിവേഴ്സിന്റെ സൈനുകൾ ഇവിടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒറ്റക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും 2 തുമ്പികൾ നിങ്ങൾക്ക് ചുറ്റിനും കിടന്ന് വട്ടമിട്ട് പറക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കൂടെ 2 തുമ്പികൾ തന്നെ ആവണമെന്നില്ല, ഏത് കളറിലുള്ള തുമ്പികളായാലും നിങ്ങൾക്ക് അടുത്തേ കൂടെ പറന്നു പോകുന്നത്, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴവില്ല് കാണുന്നത്, അല്ലെങ്കിൽ അരയന്നങ്ങളെ കാണുന്നത്, അപ്പോൾ വെള്ളപ്രാവിനെ കാണുന്നത്, ഇതൊക്കെ ശരിക്കും തൂവലുകൾ കിട്ടുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ മേത്ത് വീണോ അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിലായിട്ട് അത് കിടന്ന് കിട്ടുന്നതൊക്കെ വളരെയധികം യൂണിവേഴ്സൽ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾ നല്ല രീതിയിലാണ്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന സൈനാണ് അത്തരം കാര്യത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. ഇപ്പോ കാർഡ്സ് പറയുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത്, വിഷമിച്ചു നിൽക്കാതെ, സ്റ്റക്കായി നിൽക്കാതെ
മുന്നോട്ട് പോകാനാണ്. ആക്സിലറേറ്റഡ് മോഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. മുന്നോട്ട് നീങ്ങാനാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ കാര്യങ്ങൾ ചലിപ്പിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾക്ക് ജീവൻ വരുത്തുക, നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക, തീരുമാനങ്ങൾ എടുക്കുക, മുന്നോട്ട് പോവുക, നിങ്ങൾ സ്റ്റേണപ്പ് ആവുക, ബോൾഡ് ആവുക. ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ കുറച്ച് നെഗറ്റിവിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന പല കാര്യങ്ങളും നെഗറ്റീവ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് തുടങ്ങുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നെഗറ്റീവ് വരുന്നുണ്ടാകാം. ഓക്കെ, അതാണ് നമുക്ക് ആ ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് കിട്ടിയിട്ടുള്ളത്. അതായത് പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ യുദ്ധം ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ നമ്മൾ നമ്മളോട് തന്നെ യുദ്ധം ചെയ്യും. അതായത് കുറച്ചു നേരം പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ അതിനേക്കാൾ അപ്പുറം നെഗറ്റീവായിട്ട് നമ്മൾ ഇരിക്കും. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് നമ്മളുടെ സോളായിട്ട് തന്നെ യുദ്ധം ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാകും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണെന്ന് മാത്രം. അതായത് നിങ്ങൾ ഏതൊക്കെയോ ഒരു എനർജി കൺട്രോൾ ചെയ്യുന്നുണ്ട്, അത് നിങ്ങളുടെ നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ ആ ഒരു ചിന്ത മാറ്റി മനസ്സ് കംപ്ലീറ്റ്ലി പ്യോർ സോളാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും താമസിയാതെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ക്ലൈമാക്സിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് കാർഡ്സ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് അറിവുകൾ തേടാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ യൂണിവേഴ്സിനെ ആണെങ്കിലും യൂണിവേഴ്സിനെ കുറച്ച് കൂടുതൽ അടുത്തറിയാനായിട്ട് ശ്രമിക്കുക. മെഡിറ്റേഷൻ ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ മന്ത്രങ്ങൾ ചാൻറ്റ് ചെയ്യുക. ഓം നമ ശിവായ, അങ്ങനെ ആ ഒരു ബീജാക്ഷരി മന്ത്രം, അല്ലെങ്കിൽ ബൈബിൾ വചനങ്ങൾ, അങ്ങനെ കുറച്ചും കൂടി നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആകേണ്ട ആവശ്യകതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കെട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത്. സോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.